ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയുന്നത് പൊക്കിൽ ചുഴി മറന്ന് എണ്ണ തേക്കരുത്. ഈ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. ഇത് മുഴുവൻ കണ്ട് ഇന്ന് ടിപ്സ് ചെയ്തതിന് ശേഷം നാളെ നിങ്ങളും പറയും പൊക്കിൽ ചുഴി മറന്ന് എണ്ണ തേക്കരുതെന്ന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ പൊക്കിൽ എണ്ണ പ്രയോഗം സൗന്ദര്യം, ആരോഗ്യം, ഉറക്കം എല്ലാത്തിനും ഒരുപാട് ഗുണം ചെയ്യുന്നതാണ്. പൊക്കിൽ എണ്ണ ആയിട്ടുള്ള മസാജിങ് നമുക്ക് എന്തെന്ന് ചെയ്ത് നോക്കുന്ന വീഡിയോയിലേക്ക് നോക്കൂ. വിവിധ നാഡീവ്യൂഹങ്ങൾക്ക് പ്രധാന ഭാഗമാണ് പൊക്കിൾ ചുഴി. സൗന്ദര്യത്തിനും ആരോഗ്യത്തിനും ഉറക്കത്തിനും ഉപയോഗിക്കുന്ന പൊക്കിൾ ചുഴി എന്ന് പറയുന്നത് ശരീരത്തിലെ വിവിധ നാഡീവ്യൂഹങ്ങൾ ഒത്തുചേരുന്ന പ്രധാന ഭാഗമാണ്. ഇതിനെ ശരീരത്തിലെ പോർട്ടർ എന്ന് വിളിക്കുന്നത്, അതായത് പ്രവേശന കവാടം. ശരീരത്തിലെ ഏകദേശം 70,000 നാഡികൾ പൊക്കിൾ ചുഴിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി പൊക്കിൾ ചുഴി എണ്ണ പറ്റുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും, ചുണ്ട്, കണ്ണുങ്ങനെ എല്ലാ ഭാഗത്തേക്കും അതിൻ്റെ ഗുണം കിട്ടും. അതുകൊണ്ട് ശരീരത്തിലെ സൗന്ദര്യത്തിന് പൊക്കിച്ചുഴി എണ്ണ വളരെയധികം നല്ലതാണ്. ഇത് ശരീരത്തിലെ ഉൾഭാഗങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ക്രീമുകളൊക്കെ പുരട്ടുന്നതിനേക്കാൾ പെട്ടെന്ന് ഫലം ലഭിക്കും, നല്ല അടിപൊളി ഗുണം ലഭിക്കും. അപ്പോൾ ഞാൻ ഉറങ്ങാൻ ഉപയോഗിക്കുന്നത് സീസൈം ഓയിൽ, അത് നല്ലെണ്ണയാണ്. നല്ല അടിപൊളി നല്ലെണ്ണ എടുത്തിട്ട് ഒന്ന് ചെറുതായി ചൂടാക്കുക. നല്ലപോലെ തിളപ്പിച്ച് അല്ലെങ്കിൽ വറ്റിച്ച് പൊള്ളിക്കാൻ നിൽക്കണ്ട, ചെറിയ ചൂട് മതി. അത് ശരീരത്തിൽ ഉറ്റിച്ച് നോക്കിയ ശേഷം പൊക്കിൾ ചുഴി 2-3 തുള്ളി ഒഴിക്കുക. നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ പൊക്കിൾ നല്ലപോലെ കഴുകി വൃത്തിയാക്കി, മൈൽഡ് സോപ്പ് വെച്ച് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കോട്ടൺ കൊണ്ട് ചെറിയ പഞ്ഞി കൊണ്ട് നല്ലപോലെ തുടച്ച് കളയാം. പൊക്കിൾ വെള്ളം ഇരുന്നാലോ സോപ്പൊക്കെ ഇരുന്ന് ഇൻഫെക്ഷൻ ആകും, അണുബാധ ഉണ്ടാകും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം 2-3 തുള്ളി ചെറുചൂടുള്ള സീസൈം ഓയിൽ ഒഴിച്ച് നല്ലെണ്ണ ഒഴിച്ചിട്ട് വിരലിൻ്റെ നടുവിരലുകൊണ്ട് അല്ലെങ്കിൽ മുതിരലുകൊണ്ട് പതുക്കെ റൗണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക. 2-3 മിനിറ്റ് മസാജ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഉള്ളംകാലിലും നമ്മൾ ഇതേ എണ്ണ കൊണ്ട് ഇതേപോലെ മസാജ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ ഉറക്കത്തിലോട്ട് വരുന്ന നമുക്ക് ശരിക്കും അറിയാൻ സാധിക്കും. രാത്രി ഉറക്കമില്ലാതെ കിടക്കുന്നവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഞാൻ ശരിക്കും അനുഭവിക്കുന്നതാണ്. ഇപ്പോൾ ഞാൻ നല്ല ഉറക്കം കിട്ടുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. പിന്നെ നല്ല ചൂടൊക്കെ അനുഭവിക്കുന്നവർ ചെയ്യേണ്ടതാണ് വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ ഇതേ രീതിയിൽ തന്നെ ചൂടാക്കിയതിന് ശേഷം പൊക്കിളിലും ഉള്ളംകാലിലും വെച്ച് മസാജ് ചെയ്യുക. നല്ല ഉറക്കം കിട്ടും. അതിനുശേഷം നാളെ നിങ്ങളും പറയും പൊക്കിൾ ചുഴി മറന്ന് എണ്ണ തേക്കരുതെന്ന്. അപ്പോൾ അടുത്ത വീഡിയോകളും നല്ല 2-3 തുടർ എപ്പിസോഡുകൾ കാണുക. അതിനുശേഷം ലൈക്ക്, ഷെയർ, കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നാളെ അതിന് കാണാം. ഗുഡ് ബൈ.